ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ മുറ്റടിയാണ്. വേറെ ഒന്നുമല്ല, സച്ചിയുടെ വായിലിരിക്കുന്ന വർത്താനം കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു കയറി. ചുമ്മാതെ നോക്കിയിരിക്കാൻ പറ്റില്ല. കാരണം രേവതിനെ അത്രയ്ക്ക് മാത്രം അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതും നമ്മുടെ ചന്ദ്രയുടെയും സുധിയുടെയും മുമ്പിൽ വെച്ച് തന്നെയാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ രേവതി സഹിച്ചേനെ. ഇതങ്ങനെയല്ല. ചന്ദ്രയുടെയും സുധിയുടെയും മുന്നിൽ വെച്ച് അതായത് തൻ്റെ ഭർത്താവിന് താനൊരു ഭാരമാണെന്നും അതൊരു ബാധ്യതയാണെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. രേവതി നേരെ അവിടുന്ന് പോയി. അപ്പോൾ അതിൻ്റെ പുറകെ നമ്മുടെ സച്ചി ചെന്നു. അപ്പോൾ സച്ചി ചെന്നിട്ട് അതും ഇതുമൊക്കെ പറഞ്ഞു. നിന്നെ ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശിയും മാത്രം പറഞ്ഞിട്ടാണ്, അല്ലാതെ ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിച്ച് വിവാഹമൊന്നും കഴിച്ചതല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തിനീ വീട്ടിൽ നിൽക്കണത്, ഈ വീട്ടിൽ നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ചോദിച്ചപ്പം നീ ഈ വീട്ടിൽ നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കതറിയില്ല. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രേവതി അങ്ങോട്ട് പകുതിയോളം വീക്കായി പോയി. കാരണം ഇത്രയും അതായത് അടിച്ചമർത്തുന്ന രീതിയിൽ, താൻ ഒന്നും അല്ലാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ്റെ ആരും അല്ലാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് സഹിച്ചില്ല. അപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ ഒരു ചോദ്യം കൂടെ നിങ്ങളോട് ചോദിച്ചോട്ടെ. സത്യത്തിൽ ഞാൻ നിങ്ങളുടെ ആരാ, അതിനെന്താ അർത്ഥമുള്ളത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി പറഞ്ഞത്, നീ എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നീ എൻ്റെ ആരാണെന്ന്. ആ ഒരു ചോദ്യം ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ അച്ഛനും മുത്തശ്ശിയും കാരണമാണ് ഞാൻ നിന്നെ ഈ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട്, അങ്ങനെയാണെങ്കിലേ നിങ്ങൾ കേട്ടോ, എനിക്കും പറയാനുള്ളത് നിങ്ങൾ കേട്ടോ. ഞാൻ ഇത്രയും നാളും മനസ്സിൽ കൊണ്ട് നടന്നത് തന്നെയാണ്. നിങ്ങളെപ്പോലെ ഒരുത്തരി വിവാഹം കഴിച്ച് എൻ്റെ ജീവിതം നശിച്ചു പോയി എന്നുള്ളതല്ലാതെ വേറൊന്നും ഇതിലില്ല, വേറെ ഒരർത്ഥവും ഇതിലില്ല. അതെനിക്കറിയാം. ഞാൻ ആരെ വിവാഹം കഴിക്കരുത്, എങ്ങനത്തവനെ വിവാഹം കഴിക്കരുത് എന്ന് ആഗ്രഹിച്ചോ, ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നോ, എങ്ങനത്തെ ആളെ വിവാഹം കഴിക്കരുത് എന്ന് ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നോ, ആ ആളെ തന്നെ എനിക്ക് എൻ്റെ ഭർത്താവായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ പറഞ്ഞില്ല നിങ്ങളുടെ മുത്തശ്ശിയും അച്ഛനും കാരണമാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതെന്ന്. അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ അമ്മ പറഞ്ഞിട്ടും മാത്രമാണ്. അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്നേഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങളെ കാണുമ്പോഴേക്കും എനിക്കുണ്ടല്ലോ ഗുണ്ടകളെ ഓർമ്മ വരുന്നത്. ഗുണ്ടകളെ ഈ തെരുവിലൂടെയൊക്കെ നടക്കുകയല്ലേ, അടിക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ, ആ ഗുണ്ടകളെ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ രേവതി, നീ കൂടുന്നുണ്ട്, മര്യാദയ്ക്ക് നീ മിണ്ടാതിരുന്നോ. നീ മിണ്ടാതെ ഇരിക്കാനാണ് പറഞ്ഞത്. ഞാൻ എന്തിനി മിണ്ടാതിരിക്കണം? എനിക്കിനി പറയാനുള്ളതെല്ലാം ഞാൻ പറയും. നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ നിങ്ങൾക്ക് വിളിച്ച് പറയാം എന്നോട്. പക്ഷേ എനിക്ക് അങ്ങോട്ടേക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്കിവിടെ ശബ്ദം ഉയർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലേ അങ്ങനെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുമല്ല, നിങ്ങളുടെ അച്ഛൻ 50 ലക്ഷം രൂപയ്ക്ക് നിങ്ങളെ എനിക്ക് വിറ്റതല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടും സഹിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രനും വന്നു. അപ്പം രവീന്ദ്രൻ വന്നു, അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ സച്ചിയുണ്ട്. അപ്പം സച്ചി ഓടി വന്ന് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രൻ സച്ചി എന്ന് വിളിച്ചു. അപ്പോഴത്തേക്കും അച്ഛ ഇവൾ പറയുന്നത് കേട്ടോ, അച്ഛനെക്കുറിച്ച് ഇവളല്ല ആര് പറഞ്ഞാലും ഞാൻ സഹിക്കില്ല എന്ന് അച്ഛനറിയാലോ. 50 ലക്ഷം രൂപയ്ക്ക് ഇവളെ എനിക്ക് വിറ്റെന്ന്. 50 ലക്ഷം രൂപയുടെ വില നിനക്കുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഒരിക്കലും 50 ലക്ഷം രൂപയ്ക്ക് നിന്നെ എനിക്ക് വിറ്റതല്ല, സുധിക്ക് വിറ്റു. എന്നിട്ട് അതെടുത്ത് എൻ്റെ തലക്കേറ്റി വെച്ചു. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്നിവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. എനിക്കൊരു ബന്ധവുമില്ലാത്ത വീട്ടിൽ ഞാൻ എന്തിനു നിൽക്കണം? എൻ്റെ ഭർത്താവ് ഒന്നെങ്കിൽ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കണം. അങ്ങനെ എന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അച്ഛൻ എന്തിനെന്നെ ഇവിടെ പിടിച്ചു നിർത്തണം? അതിൻ്റെ കാര്യമില്ല അച്ഛാ. സത്യമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് ഉള്ളത് തന്നെയാണ്. അച്ഛൻ 50 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ മകനെ എനിക്ക് വിറ്റത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നത് കേട്ടനുസരിച്ച് ഈ മകൻ തുള്ളുവോ? ഇല്ലല്ലോ. ഈ മകന് എന്നോടുള്ള ഈ ഒരു സിമ്പതി സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിക്കുന്നത് അച്ഛൻ പറഞ്ഞിട്ടും മാത്രമാണ്. അല്ലാതെ ഇങ്ങേരുടെ മനസ്സിൽ നിന്ന് വരുന്നതോ ഇങ്ങേരെന്നെ സ്നേഹിച്ചിട്ടോ ഒന്നുമല്ല എന്നെ ഈ വീട്ടിലേക്ക് കൈ പിടിച്ചുകൊണ്ട് വന്നത്. പിന്നെ എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത്? ഒരു ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ, പരിഗണന കിട്ടാതെ ഒന്നും എനിക്കിവിടെ ജീവിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി തുണിയെല്ലാം വലിച്ചു വാരി കെട്ടി പിറക്കി
നമ്മുടെ രേവതി ആ വീടിൻ്റെ പടി ഇറങ്ങുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, മോളെ പോകരുത്, മോളിങ്ങനെ എടുത്തു ചാടി പോകരുത് മോളെ, മോൾ എന്തിനിങ്ങനെ എടുത്തു ചാടി പോകുന്നത്, മോൾ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മോളെ, മോളിങ്ങനെ പോകാൻ പാടില്ല, കാരണം ഇതല്ല, ഇതിൻ്റെ അപ്പുറം ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും, അപ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇല്ല അച്ഛാ, എനിക്ക് അച്ഛനോട് ബഹുമാനമോ സ്നേഹമോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത്, എനിക്കിപ്പം പോയേ പറ്റൂ, എനിക്കിപ്പോൾ പോകണം, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം, എൻ്റെ അനിയത്തിനെ കാണണം, എൻ്റെ ആങ്ങളേനെ കാണണം, ഞാനിവിടെ ഒരു അധികപ്പറ്റ, ആ അധികപ്പറ്റും താങ്ങി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാലേ അത് ശരിയാവില്ല, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന്, പക്ഷെ അതിലൊരു ശരിയുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് രവീന്ദ്രനുള്ളത്. അപ്പോൾ രവീന്ദ്രനും ചെറിയൊരു കുറ്റബോധം വരിക, കാരണം ഞാൻ 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണല്ലോ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ച് എൻ്റെ മക്കളെ, എൻ്റെ മകനെ കൊണ്ട് കെട്ടിക്കാമെന്ന് വിചാരിച്ചതും, ഞാൻ കാരണമാണല്ലോ അവളുടെ ജീവിതം പാഴായി പോയതുമെന്നൊക്കെ ആ ഒരു ചിന്തയൊക്കെ അപ്പോഴും നമ്മുടെ ആരുടെ രവീന്ദ്രൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. സച്ചി ആയിക്കോട്ടെ, അവൾ പോവുകയാണെ പോട്ടെ, അവൾ പോയാൽ എനിക്കെന്താ ഇത്ര കുഴപ്പം, എനിക്ക് അത്രയും ഭാരം ഒഴിഞ്ഞു കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെ ആണെങ്കിൽ വേണ്ടുവോളം നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, അല്ലെങ്കിലും നീ ഒരിക്കലും പറഞ്ഞത് ശരിയായില്ല, നീ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് നിൻ്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ട് പോയി പറയണം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഭാര്യയെ അവഹേളിക്കുന്നത് അത് അത്രയ്ക്കും മിടുക്കായിട്ട് നീ കാണുമൊന്നും വേണ്ട, അവൾക്ക് ഒട്ടും സഹിച്ചിട്ടില്ല ചന്ദ്രയുടെയും സുധിയുടെ ഒക്കെ മുന്നിൽ വെച്ച് നീ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ്, നീ ഒറ്റ ഒരുത്തം കാരണം തന്നെയാണ്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ സച്ചിയുടെ മെക്കിട്ട് കയറി. സച്ചി പോട്ട് പുല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇരിക്കുകയാണ്. സച്ചിക്ക് പോയാൽ എന്താ വന്നാൽ എന്താ, സച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോഴും നമ്മുടെ രേവതിയോട് അങ്ങനെ ഇഷ്ടമൊന്നും തോന്നി തുടങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയല്ലോ. രേവതി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആശ്വാസമുള്ളത് ആർക്കാ, നമ്മുടെ ചന്ദ്രയ്ക്കാണ്. അപ്പോൾ ചന്ദ്ര പറഞ്ഞു സുധിയോട് പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല മോനെ, ഏതായാലും അവൾ പോയല്ലോ, അവൾ പോയത് നന്നായി, ഇനിയിപ്പം അവൾ ഇങ്ങോട്ടേക്ക് ഉടനെ വരാനൊന്നും പോകുന്നില്ലെന്ന് തോന്നുന്നു, ഇനി അറിയില്ല ഇവിടുത്തെ കാർന്നോരുടെ സ്വഭാവം അനുസരിച്ച് ഇനിയിപ്പോൾ തിരിച്ചിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമോയെന്നൊന്നും അറിയില്ല, ഏതായാലും അവൾ ചിലപ്പോൾ ഇനി ഇങ്ങോട്ട് വരില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി അതേപടി നടക്കും, രക്ഷപ്പെട്ടു എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് ചന്ദ്രയും സുധിയും കൂടി ഇരിക്കുന്നത്. അപ്പോൾ സുധി പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ എനിക്ക് കലി വരും, അവളുടെ വായിൽ നിന്ന് വരുന്ന വർത്താനം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് വീട്ടിൽ നിൽക്കാൻ തന്നെ തോന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയുടെ വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമ്മുടെ ദേവുവിന് എന്തോ പന്തികേടുണ്ടെന്ന്, കാരണം ദേഷ്യപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ ചേച്ചി, എന്താ പറ്റിയത്, ഏട്ടൻ എന്തിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കോട്ടൻ നീ മിണ്ടാതെ മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് എന്താ മോളെ, എന്താ പറ്റിയത്, അല്ല നിൻ്റെ കെട്ടിയവനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, കെട്ടിയവൻ, നിങ്ങൾ മിണ്ടിപ്പോകരുത്, ഞാൻ ആരെയും കെട്ടിയിട്ടുമില്ല, ഇനിയോട്ട് കെട്ടാൻ പോകുന്നുമില്ല, എന്നെ വെറുതെ വിട്ടേരെ അമ്മേ, ഞാൻ ഈ വീട്ടിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം, എൻ്റെ അമ്മേനെ നോക്കി അതുപോലെ എൻ്റെ സഹോദരങ്ങളെ നോക്കി ജീവിച്ചോളാം, എന്തിനാ എന്നെ നിർബന്ധിച്ച് ആ വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ച് അയച്ചത്, എന്തിനാ എന്നെ കൊല്ലാനാണോ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ, വേണ്ട, എനിക്കിനി പറ്റില്ല, ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. എന്താ മോളെ നീ പറയുന്നത്, ഇനി നീ ആ വീട്ടിലേക്കില്ലെന്നോ, നീ എന്താ ഈ സംസാരിക്കുന്നത്, നീ തല മറന്ന് എണ്ണ തേക്കരുത് മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, ആ ഒരു അർത്ഥത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിനി അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സച്ചി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനുണ്ടല്ലോ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ നല്ലവനാണെന്നൊക്കെ, അയാൾ പക്ഷേ ഒരിക്കലും എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നില്ലെന്ന് എൻ്റെ ചെവിയിൽ പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പിന്നെ പല കാര്യങ്ങളും ഉണ്ട് അവിടെ, പല കാര്യങ്ങളും, അമ്മ അറിയാത്ത പല കാര്യങ്ങൾ, അതിലൊരു കാര്യമാണ് ഒരു 50 ലക്ഷത്തിൻ്റെ കണക്ക്. 50 ലക്ഷത്തിൻ്റെ കണക്കോ, അതെന്താ മോളെ, അത് വേറൊന്നുമല്ല, എൻ്റെ അമ്മായിയച്ഛനെ എന്നെ 50 ലക്ഷത്തിന് മക്കൾക്ക് വിറ്റതാ, അതറിയില്ലല്ലോ, 50 ലക്ഷം ആര് കൊടുക്കുന്നോ അവരായിരിക്കും എന്നെ വിവാഹം കഴിക്കുന്നതെന്ന് അവിടെ പറഞ്ഞു. എന്നിട്ട് ആ സുധി എന്ന് പറയുന്ന അവനാ 50 ലക്ഷത്തിന് വേണ്ടിയാ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. എന്താ മോളെ, ഇപ്പം അമ്മയ്ക്ക് മതിയായോ, കേട്ടിട്ട് മതിയായോ, എന്നെ 50 ലക്ഷത്തിന് അമ്മ വിൽക്കണുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, മോളെ അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ, ഇപ്പം സുധി അല്ലല്ലോ മോളെ കിട്ടിയേക്കുന്നത്, സുധി പണത്തിനുള്ള കൊതിയും കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എങ്കിൽ മോളെ നടന്ന കാര്യങ്ങളൊക്കെ നല്ലതിനല്ലേ, സുധി എന്ന് പറയുന്ന അവൻ പണക്കൊതിയനായതുകൊണ്ട് തന്നെ മോൻ്റെ തലയിൽ നിന്ന് ഊരിപ്പോയത് നല്ലതായിട്ട് മോൾ കരുത്, പക്ഷേ സച്ചി അതുപോലെയല്ല, സച്ചിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ സ്നേഹിച്ച് തുടങ്ങിക്കോളും, അവന് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് പ്രയാസം കാണും, അത് മോൾക്കും പൊരുത്തപ്പെടാൻ കുറച്ച് പ്രയാസം ഉണ്ടല്ലോ, അതുമല്ല നമ്മൾ പെണ്ണുങ്ങൾ കുറച്ചൊക്കെ ഒതുങ്ങി നിൽക്കണം, അടങ്ങി നിൽക്കണം, എനിക്കിനി അടങ്ങാനും പറ്റില്ല, ഒതുങ്ങാനും പറ്റില്ല, ഞാനിനി ഇവിടുന്ന് പോകുന്നില്ല,
അപ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ സ്വഭാവം അങ്ങ് മാറി. ലക്ഷ്മി പറഞ്ഞു, മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് നിന്നോട് പറഞ്ഞത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം. ഇവിടെ നിന്നെ വെച്ച് പൊറപ്പിക്കാനേ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മ എന്താ ഈ പറയുന്നത്? എന്നെ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ലെന്നോ? അമ്മ എന്തൊക്കെയാ അമ്മ ഈ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ മോളല്ലേ? നീ ഞങ്ങളുടെ മോളൊക്കെ തന്നെയാ. പക്ഷെ നീ ഇപ്പം കാണിക്കുന്നതേ ധിക്കാരം. കാരണം നല്ലൊരു കുടുംബത്തെ കയറി ചെന്നിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മോൾക്കൊരു ജീവിതമുണ്ടോ? അത് മോൾ ആലോചിച്ചിട്ടുണ്ടോ? വേണ്ടമ്മേ, ഇനി എനിക്കൊരു ജീവിതവും വേണ്ട, ഒരു ജീവനും വേണ്ട. ഇതിലും ഭേദമുണ്ടല്ലോ അമ്മ എന്നെ ഏതെങ്കിലും ശവക്കല്ലറെ കൊണ്ടിട്ട് മണ്ണിട്ട് വെട്ടി മൂടുന്നതായിരുന്നു നല്ലത്. അതായിരുന്നു ഇതിലും എത്രയോ ഭേദമാ. അവിടെ ഓരോരുത്തരുടെ കുത്തുവാക്കുകളൊക്കെ കേട്ട് ഞാൻ എന്തിനു ജീവിക്കുന്നു? പോട്ടെ, എൻ്റെ അമ്മായിയമ്മ കുത്തുവാക്കുകളൊക്കെ പറയും, അത് ഞാൻ സഹിക്കാം. പക്ഷേ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഞാൻ ഭർത്താവെന്ന് കരുതുന്ന എൻ്റെ പുരുഷൻ എന്നെ അംഗീകരിക്കാൻ പറ്റില്ല എങ്കിൽ, എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ അമ്മ അവിടെ നിൽക്കണത്? അതിന് എന്താ അമ്മ അർത്ഥമുള്ളത് എന്ന് പറഞ്ഞപ്പം, മോളെ ഞാൻ പറഞ്ഞു, മോള് മര്യാദയ്ക്ക് വന്നേ. നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാ. അതും നിൻ്റെ അമ്മായച്ചനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ആ മനുഷ്യൻ നിന്നോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിട്ടായിരിക്കും ആ 50 ലക്ഷം രൂപ മക്കൾക്ക് കൊടുത്തിട്ട് നിന്നെ തന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചത്? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. അതുപോലെ തന്നെയാ സച്ചിയും. അവന് പറ്റും നിന്നെ സ്നേഹിക്കാൻ. അവൻ പതിയെ നിന്നെ സ്നേഹിച്ചു തുടങ്ങും. അതുകൊണ്ട് ഞാൻ പറയാ, നീ വന്നേ, എൻ്റെ കൂടെ മര്യാദയ്ക്ക് വന്നോ, അല്ലെങ്കിൽ ഈ അമ്മയുടെ കെട്ടി തൂങ്ങി ചാവുന്നതായിരിക്കും നീ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, നമ്മുടെ രേവതിക്ക് കൂടെ പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലത്തെ ഉള്ള വാക്കുകളാണ് രേവതിയുടെ അമ്മയുടെ വായിൽ നിന്ന് വീണത്. അങ്ങനെ നമ്മുടെ രേവതി മനസ്സോടെ ലക്ഷ്മിയുടെ കൂടെ ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന രംഗം തന്നെയാണ്. വന്ന അതേപടി തിരിച്ചു പോകുന്നു. ഒരു അരമണിക്കൂർ അവിടെ ഇരുന്ന് കാണും, അതിൽ കൂടുതൽ ഇരുന്നിട്ടില്ല. അതേപടി തിരിച്ച് എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മ ലക്ഷ്മി രവീന്ദ്രനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, മാപ്പൊന്നും പറഞ്ഞിട്ട് എന്തിനാ അതൊക്കെ പറയണത്? മോള് ചെയ്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവൾ ഇവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങിയത്. നമ്മളൊക്കെ പറഞ്ഞാണല്ലോ തിരുത്തേണ്ടത്. തിരുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ ലക്ഷ്മി, അത് തന്നെ നല്ല കാര്യമാണെന്നൊക്കെ പറയാണ് കേട്ടോ. ഏതായാലും നാളെ ഒരു ഈ സീനൊക്കെ കാണിച്ചിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ രേവതി തിരിച്ച് റൂമിലേക്ക് ചെല്ലുമ്പം സച്ചി കുറേ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. സച്ചി ഏതായാലും പോയ വഴി തന്നെ തിരിച്ചു കയറി വന്നല്ലോ. നീ ഒരു കാര്യം ചെയ്യണം, പെട്ടിയും കിടക്കയൊന്നും എടുത്ത് അലമാരയിലൊന്നും വെക്കണ്ട. എപ്പോഴാണ് ഇനി നിനക്ക് പോകാമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പൂട്ടിക്കെട്ടി വെച്ചേരെ, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയും അളകനന്ദയുടെയും ഗൗതമിൻ്റെയും കഥയും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ചിന്നൂസ് വേൾഡിൽ. അപ്പം ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.